ഹലോ. ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ, കുറച്ച് തിരക്കായിരുന്നു. പിന്നെ വീഡിയോസ് എടുക്കാമെന്നൊക്കെ ഓർക്കും. പിന്നെ അങ്ങനെ അറിയാലോ, നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ കിടന്ന് ഉറക്കം അങ്ങനെയൊക്കെ ആവും. അതാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഡെലിവറി ഇല്ലേ, ഊബർ അക്കൗണ്ട്, അതിൻ്റെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് ടോബിൻ, അതായത് എൻ്റെ ഹസ്ബൻഡ് UK ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷമാണ് യൂബർ ഈ ഫുഡ് ഡെലിവറിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തത്. എന്തോ കുറച്ച് വെരിഫിക്കേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളിടയ്ക്ക് ഫുഡ് ഡെലിവറിക്ക് പോകും. ഇപ്പം അക്കൗണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ പോകുന്നത്. അല്ലാണ്ട് ഇപ്പോൾ സമയം അങ്ങനെ കിട്ടാറില്ല. ഓഫുള്ളപ്പോൾ കിടന്നുറങ്ങും. നമ്മൾ കുറേ നാൾ, ഇപ്പോൾ 2 മാസമോ അങ്ങനെ എന്തോ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ അത്രയും നാൾ നമ്മൾ ഡെലിവറീസ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കട്ടായി പോകും. സോ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത്. അപ്പം ഞാൻ ഓർത്തു വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന് ഓർത്തു. നമ്മളിപ്പോൾ ലണ്ടൻ റോഡിൻ്റെ അവിടെ വന്നു. അപ്പം ഇവിടെ കിടന്നാലായിരിക്കും പെട്ടെന്ന് നമുക്ക് ഓർഡേഴ്സ് അടിക്കുന്നത്. സോ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. നമ്മളിപ്പം ഊബർ അക്കൗണ്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓർഡേഴ്സ് വരുമ്പോൾ ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 22 മിനിറ്റ് ഡ്രൈവ് ഉണ്ടോ? ആണോ? അതോ മൊത്തം സമയം എന്നാണോ? ഇവിടുന്ന് 3 മൈൽ അല്ലേ? ഓക്കെ, എടുത്തോ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഊബർ അക്കൗണ്ട് എടുത്തിട്ട് ഫസ്റ്റ് ടൈമിൽ നമ്മൾ പോയപ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ ആയിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ട് ഇതായി പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. കാരണം നമുക്കറിയത്തില്ലായിരുന്നു ചിലപ്പോൾ 2 ഓർഡേഴ്സൊക്കെ ഒന്നിച്ച് വരും, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് 2 എണ്ണം വരും എന്നൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ചില സമയങ്ങളിൽ അങ്ങനെ വരും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ 2 ഓർഡേഴ്സൊക്കെ ആയിരിക്കും കയറി വരുന്നത്. പക്ഷേ അതിൻ്റെ 2 അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിൽ കാണും. അപ്പം ചിലപ്പം അതിൻ്റെ ഫുഡ് കളക്ട് ചെയ്യേണ്ടത് ഒരു സ്ഥലത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 2 സ്ഥലത്തു നിന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. 2 എണ്ണം ഇതേപോലെ അക്സെപ്റ്റ് ചെയ്ത് അറിഞ്ഞില്ല. ലൈക്ക് മര്യാദയ്ക്ക് ചെക്ക് ചെയ്തോ എന്തോ അത് മിസ്സായിപ്പോയി. എന്നിട്ട് നമ്മൾ ഫുഡ് കളക്ട് ചെയ്തിട്ട് 2ാമത്തെ അഡ്രസ്സിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് നമ്മുടെ ഫുഡല്ലെന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമർ ഡയറക്റ്റ് എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ചോദിക്കുക, അങ്ങനെ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അത് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ആയില്ല, അതങ്ങനെ പോയി. ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നെ നമ്മളത് നോക്കിയൊക്കെ ശ്രദ്ധിച്ചൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ആദ്യം ഒരു തവണ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഉറപ്പായിട്ട് അവർ ആക്ഷൻ എടുക്കും. അങ്ങനെ അപ്പോൾ ചെറിയൊരു വണ്ടിയോ അല്ലെങ്കിൽ സൈക്കിളിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറേ പേര് ചെയ്യുന്ന കാണാം ഫുഡ് ഡെലിവറി. അപ്പോൾ ഇത് മെയിൻ ഒരു വരുമാനമായിട്ട് കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഈ വെയർഹൗസ് ജോബോ അല്ലെങ്കിൽ മറ്റ് ജോലികളൊന്നും അതിനോട് താല്പര്യമില്ലാത്തവരൊക്കെ ഇത് കറക്റ്റ് ഒരു ജോലിയായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനമാണല്ലോ, നമ്മുടെ ടൈം, നമ്മുടെ ഡിസിഷൻ, ഇതെല്ലാം അങ്ങനെ ഒരു ഇതാണല്ലോ, ഒരാളുടെ കീഴിൽ നിന്നുള്ള ഇത് വരുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഫുഡ് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കത്തേക്ക് വീഡിയോസ് എടുക്കാവേ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, ഇങ്ങനത്തെ ബാഗുകൾ നമ്മുടെ ചൂടും തണുപ്പൊക്കെ പോകാണ്ട് സേഫായിട്ട് സെക്യൂറായിട്ടൊക്കെ ഫുഡ് ഇരിക്കണ്ടേ. അപ്പോൾ അതിന് ഇങ്ങനത്തെ ബാഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചില റെസ്റ്റോറൻറ്റ്സ് ഈ ബാഗില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുഡ് തരത്തില്ല, അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ, സൈറ്റിൽ കയറി ഓർഡർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബാഗ് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് പറഞ്ഞാലും മതി കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ 9:30 ചെറിയൊരു വെട്ടം ഇപ്പോഴും ഉണ്ടല്ലേ. ഇപ്പം സമ്മറായ കാരണം ഇങ്ങനെയാണ്, ലേറ്റായിട്ടാണ് ഇരുട്ടാവുന്നത്. നമ്മൾ നൈറ്റ് ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കിനും ചിലപ്പോൾ വീട് നമ്പർ കണ്ടുപിടിക്കാനൊക്കെ ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ ആ മാപ്പൊക്കെ നോക്കി നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഡെലിവറി ചെയ്തു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇനി പോകണം. പിന്നെ നമ്മളെ പേര്,
അഡ്രസ്സും ശ്രദ്ധിക്കുക, പിന്നെ നമ്മൾ ഓർഡറിലും ആ പേര് കാണും, അത് നോക്കി അങ്ങ് കൊടുത്താൽ മതി 2 ഓർഡറൊക്കെ ഒന്നിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ലണ്ടൻ റോഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് എടുത്ത ഓർഡർ അല്ലേ, അത് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 3 മിനിറ്റ് ഡിഫറൻസ് ഉള്ളായിരുന്നു വീടുകൾ തമ്മിൽ. പിന്നെ ഒരേ കടയിൽ നിന്നുള്ള പിസ്സയും എന്തോ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ 2 ഇപ്പോൾ ഡെലിവറി ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ പോവാം അല്ലേ. ഇപ്പോഴും നമ്മൾ ആപ്പ് ഓൺ ആക്കിയാണ് വെക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ഓർഡേഴ്സ് നമുക്ക് അടിക്കും. അപ്പോൾ അതനുസരിച്ച് പോയി കളക്ട് ചെയ്യുക, കൊണ്ട് കൊടുക്കുക, അത്രയും. അപ്പം ഞങ്ങൾ അധിക നേരം ഒന്നും സ്പെൻഡ് ചെയ്യത്തില്ല, ചിലപ്പോൾ 1-2 ഓർഡർ കൂടെ ചെയ്യത്തുള്ളൂ. പോകുന്ന വഴിക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് 3 മിനിറ്റ് ഡ്രൈവ് തന്നെ ഉള്ളൂ. ഇത് ലണ്ടൻ റോഡ് തന്നെയല്ലേ. അപ്പോൾ അവിടെ പോയി നമ്മൾ ഓർത്ത് ഈ ഓർഡർ കൂടെ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ഇതേ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇതിപ്പോൾ കറൻ്റ്ലി 3ാമത്തെ ഓർഡർ ഇപ്പോൾ കളക്ട് ചെയ്യാൻ പോയിക്കുവാണ് ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പം അതിൻ്റെ കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. എന്താ ഷോപ്സൊക്കെ റെസ്റ്റോറൻറ്റ്സൊക്കെ കുറേ കൂടി പരിചയമാകും. അപ്പോൾ അത് എന്താ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ചെറിയൊരു കൺഫ്യൂഷൻ വരും നമുക്ക്. പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാപ്പ് അധികം നോക്കണ്ട, നമുക്കറിയാം ആ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ടൈമൊക്കെ കുറച്ചും കൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അറിയാലോ, ഞങ്ങൾ സ്ഥിരം പരിപാടിയല്ല, ഇതേപോലെ അക്കൗണ്ട് കട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഒന്നും അറിയാനില്ല, കറക്റ്റ് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്ത് അങ്ങ് മാപ്പ് നോക്കി പോയാൽ മതി, വേറെ സീനൊന്നുമില്ല. ഇതിപ്പോൾ 3ാമത്തെ ഓർഡറാണ്. അപ്പോൾ ഇതോടെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ എന്തായാലും ഫിനിഷ് ചെയ്യാമെന്ന് ഓർത്തു. നല്ല ബ്ലോക്കാണ് ഇന്ന്, ഭയങ്കര ബ്ലോക്ക്. പിന്നെ കുറേ ആംബുലൻസും പോലീസ് കാർസൊക്കെ പോകുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ടൈമായിട്ടും ഭയങ്കര ബ്ലോക്കാണ്. സാധാരണ ഈ സമയത്ത് അധികം തിരക്ക് കാണാത്തതാണ്. അപ്പോൾ ഈ ബ്ലോക്കിൽ പെടുന്നതും എല്ലാം നമ്മൾ ഈ ഡെലിവറി ടൈമിനെ ബാധിക്കും. അതൊക്കെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറും കൂടെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇവിടുന്നും 2 ഓർഡർ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം കളക്ട് ചെയ്യണം. ഒരെണ്ണം ഇപ്പോൾ കളക്ട് ചെയ്തു. പിന്നെ മറ്റേ ഷോപ്പിലോട്ട് 300 ഫീറ്റ് എന്തോ നടക്കാനേ ഉള്ളൂ. അപ്പം ജസ്റ്റ് നടന്നു പോയി മേടിക്കാൻ ഓർത്ത്. ഇനി കാറിൽ പോകണമെങ്കിൽ തന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കിനും നല്ല ടൈം എടുക്കും. അപ്പോൾ ഈ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്നവർ എന്തെങ്കിലും ടിപ്പൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കും അത് ഉപകാരപ്പെടും. ഇപ്പം ജസ്റ്റ് 1 അവറൊക്കെ ചെയ്യുമ്പം ഇത് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് നേരം നമ്മൾ ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ ചിലവും ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കിനും അധികം നമുക്കൊന്നും കിട്ടില്ല. പിന്നെ ഒരു ദിവസം ചെയ്തെന്നും പറഞ്ഞ് ഒരു ദിവസം ഫുൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താലും അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്താലും വലിയ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് 1 അവറൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം ലാഭകരമാകണമെന്നുള്ളത്. പക്ഷെ ഇതൊരു എന്തായാലും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇത് ചെയ്യുന്ന ഒത്തിരി പേര് നമുക്കറിയാലോ, അവർക്ക് ടൈം മാനേജ്മെൻറ്റോ കാര്യങ്ങളോ ലൈക്ക് വേറൊരാളുടെ കീഴിൽ അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല. സോ എന്തുകൊണ്ട് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. 2ാമത്തെ ഫുഡിൻ്റെ കളക്ട് ചെയ്ത് ചില പ്രത്യേക സമയങ്ങളിലും ഹോളിഡേയ്സിലൊക്കെ നമുക്ക് ഓഫേഴ്സും ബോണസും ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പം ഈവനിങ് 6 to 7 PM, അതേപോലെ ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനത്തെ ഹോളിഡേയ്സ് ഒക്കെ വരത്തില്ലേ, അപ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒക്കെ കയറാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ ടോട്ടൽ 4 ഓർഡർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഭയങ്കര ഫോക്കസ് ചെയ്ത് 1 മിനിറ്റ് പോലും കളയാതെ അങ്ങനെയൊന്നും അല്ല ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അക്കൗണ്ട് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം കറക്റ്റ് ഒരു 1 അവർ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെയ്യുന്ന ഒരു ബേസിക് പേയ്മെൻറ്റോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് 1 അവർ പറയാൻ പറ്റത്തില്ല, ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 14.32 പൗണ്ട് കിട്ടിയിട്ടുണ്ട്. 14.32 അൽഷോയി കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് കിട്ടിയേക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇതായിരിക്കും ഒരു 1 അവറിൽ ചെയ്യുമ്പോഴത്തേക്കും 1 അവറല്ല 9:07 തുടങ്ങി 10:25 നിർത്തി. ഇപ്പം നമുക്ക് 14.32 ഇത്രയും പൗണ്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ മര്യാദയ്ക്ക് ഇതിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഏൺ ചെയ്യാം. അതുപോലെ ഒരു 1 ഡേ ഫുള്ളൊക്കെ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ഇത് എപ്പോഴും ഒരു ഓപ്ഷനാണ്, ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു ജോലി ഇല്ല, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ജോലിയിൽ താല്പര്യമില്ല, ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ട എന്നുള്ളത്, അങ്ങനെയുള്ളവർക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ഫുഡ് ഡെലിവറി കാര്യങ്ങളെല്ലാം. അപ്പം ലൈസൻസ് ഉള്ളവരും പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഒക്കെ ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങൾ ഇത് ചെയ്യുന്നവർക്ക് പറയാനുണ്ടെങ്കിൽ അവർക്കും കമൻറ്റ്സ് ചെയ്യാം. അപ്പം നമ്മളും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുന്നതായിരിക്കും. ബൈ.